മക്കളെ, ശ്രുതി ടീച്ചറാണ്. എല്ലാവർക്കും സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങള് പുതിയ പാഠപുസ്തകം ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ വ്യത്യസ്തമായ പഠന പ്രവർത്തനങ്ങളുണ്ട്, വ്യത്യസ്തമായ പാഠങ്ങളുണ്ട്. ഇതിന്റെ ഇടയിൽ നമുക്ക് LSS പരീക്ഷയൊക്കെ വരുന്ന സമയത്ത് സമാന പദങ്ങൾ, നമ്മളെ പാഠത്തില് ചില പദങ്ങൾ ഉണ്ടാവും. അതിന് മറ്റു പദങ്ങള്, പര്യായ പദങ്ങൾ എന്ന് നമ്മൾ പറയും, സമാന പദങ്ങൾ എന്ന് നമ്മൾ പറയും. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഇന്ന് ടീച്ചർ ഒരു ടെക്നിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കും കൂടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് കേട്ടോ. ഇതിപ്പോ ടീച്ചർ ഒരു ടെക്നിക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് മറ്റൊരു വാക്ക് ഈ ഒരു ടെക്നിക്കിലൂടെ പഠിക്കാൻ പറ്റും കേട്ടോ. സമാന പദങ്ങളാണ് എന്ന് പറയുന്നത്. മുൻപ് നമ്മൾ പല വീഡിയോസിലൂടെയും ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ടീച്ചർക്ക് പറയാനുള്ളത് നോക്കൂ, മലയാളത്തിലെ കേരള പാഠാവലി മലയാളം അല്ലെ, അതിൽ ആദ്യത്തെ യൂണിറ്റില് എല്ലാ യൂണിറ്റിലേക്കും ഇത് പറ്റും. അപ്പൊ ആദ്യത്തെ യൂണിറ്റില് നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? ചന്ദ്രനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ആകാശത്തെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ രണ്ട് പര്യായ പദങ്ങള്, രണ്ട് വാക്കിന്റെ പര്യായ പദങ്ങള് എളുപ്പത്തിൽ പഠിക്കുന്ന ഒരു രീതി ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. അതിനു മുൻപ് നമ്മുടെ ക്ലാസ് 4ന്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് പ്രാണ എന്ന് പറയുന്നത്. പ്രാണ ബാച്ച് അടിപൊളിയായിട്ട് ഇതാ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ കിട്ടും. ഓൾറെഡി എടുത്ത ക്ലാസ്സുകളും അവിടെ ഉണ്ടായിരിക്കും. അപ്പോ സമയം പോലെ അതൊക്കെ കണ്ട് പഠിക്കുക. ഇത് നോക്കൂ, ഈ നമ്പറിലാണ് നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്യേണ്ടത്. 9994000800 എന്ന് പറയുന്ന നമ്പറാണ്. ഒരു വർഷത്തേക്ക് 2499 രൂപ മാത്രമാണ് കേട്ടോ ഇതിന്റെ ഫീ എന്ന് പറയുന്നത്. അപ്പൊ അടിപൊളി ഒരു ബാച്ചാണ്. ഇതുവരെ ജോയിൻ ചെയ്യാത്ത മക്കള് ജോയിൻ ചെയ്യാം. അതുപോലെ നമ്മുടെ യൂട്യൂബ് കമന്റില് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. അത് ആ കമന്റിൽ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം, കമന്റ് ബോക്സിൽ കാണുന്നത്. അപ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ജോയിൻ ചെയ്യാം. നമ്മളെ ലൈവ് ക്ലാസ്സുകളൊക്കെ നടക്കുമ്പോൾ അതിന്റെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ആരും മറക്കാതെ ജോയിൻ ചെയ്യാം. ഇന്നിതാ ടീച്ചർ മുൻപ് വീണ്ടും ഇത് പറയാത്തതാണ്. മുൻപ് പലാപ്പള്ളി തിരുപ്പള്ളി എന്ന് പറയുന്ന പാട്ടിന്റെ ഈണത്തിലെ ചന്ദ്രനെ കുറിച്ച്, നമ്മളെ ചന്ദ്രനിലേക്ക് യാത്ര പോകുന്നുണ്ട് സൈക്കിളിൽ ഒരു കുട്ടി, ചന്ദ്രൻ തിരിച്ചു വരുന്നുണ്ട്, പിന്നെ പട്ടൂസ് അങ്ങോട്ട് പറക്കുന്നുണ്ട്. അപ്പൊ ചന്ദ്രനെ കുറിച്ച്, അമ്പിളിമാമനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഒരു പാട്ടിന്റെ ഈണത്തിൽ പാടിയിട്ടുണ്ടായിരുന്നു. അമ്പിളി ഹിന്ദു തിങ്കൾ സോമൻ ശശി ശശാങ്കൻ പനിമതി എന്നുള്ളതും ചന്ദ്രന്റെ പേരാണല്ലോ. അപ്പോൾ അമ്പിളി, ഇന്ദു, തിങ്കൾ, സോമൻ, ശശി, ശശാങ്കൻ, പനിമതി, ഇതൊക്കെ ചന്ദ്രന്റെ സമാന പദങ്ങളാണ്. എന്താണ്? ചന്ദ്രന്റെ മറ്റു പദം, സമാന പദം, പര്യായ പദം. ഇതുപോലെ മറ്റൊരു വാക്കിന്റെ ഒരു പാട്ടിലൂടെ ടീച്ചർ പഠിപ്പിച്ചു തരട്ടെ. ആകാശം. ആകാശം നമ്മൾ നോക്കിയാൽ, മുകളിലേക്ക് നോക്കിയാൽ കാണുന്ന ആകാശത്തിന് ഇത് എത്ര പേരാണുള്ളത് അല്ലെ. ആകാശം എന്ന് മാത്രല്ല, വിണ്ണ് എന്ന് പറയുന്ന ഒരു പേരുണ്ട്. അത് ടീച്ചർ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. നോക്കാം എവിടെയെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് കേട്ടോ. ഇത് ടീച്ചർ ഉണ്ടാക്കിയ ഈണമാണ്. ഇത് ടീച്ചർ മറ്റൊരു ഇടത്ത് നിന്ന് എപ്പോഴോ കേട്ട ഒരു ഈണമാണ്. ആ ഒരു പാട്ടിന്റെ ഈണത്തിലാണ് നമ്മുടെ ഈ പാട്ടുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ നോക്കാം. വ്യോമം ദ്യോവ് വാനം ഗഗനം അന്തം വിഷ്ണു പദം വിഹായുസ്. വ്യോമം ദ്യോവ് വാനം ഗഗനം അന്തം വിഷ്ണു പദം വിഹായുസ്. ആ താരാപദം വിഹായുസ് അംബരം മഹാബിലം അഭ്രപുഷ്കരം. ഇത് ഒരു പാട്ടിന്റെ ഈണാണ് അല്ലെ. നിങ്ങൾ വിചാരിക്കും ഇതപ്പൊ എങ്ങനെയാ പഠിക്കാന്ന്. 2-3 പ്രാവശ്യം ഈ പാട്ട് കേൾക്കുമ്പോൾ പഠിക്കാൻ എളുപ്പമാണിത്. ഇത് LSS പരീക്ഷയ്ക്കൊക്കെയാണ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നാം. പലാപ്പള്ളി ഈണത്തിൽ നമ്മള് ഭൂമിയെ കുറിച്ചും പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ ചേർത്ത് ടീച്ചർ പിന്നെ ഒരു വീഡിയോ ചെയ്യും. ഇപ്പൊ നിങ്ങള് ചന്ദ്രനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി ആകാശത്തെ കുറിച്ച്, ആകാശത്തിന്റെ വാക്കുകളാണ്. വ്യോമം എന്ന് പറഞ്ഞാൽ ആകാശാണ്, ദ്യോവ് എന്ന് പറഞ്ഞാൽ ആകാശാണ്, വാനം, ഗഗനം,
അന്തം, വിഷ്ണുപഥം, വിഹായുസ്, താരാപഥം, അല്ലെ? വീണ്ടും വിഹായുസ്, ഈണം കറക്റ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയതാണ്. പിന്നെ എന്താണ്? അമ്പരം എന്ന് പറഞ്ഞാൽ ആകാശമാണ്. അമ്പരം, പമ്പരം അല്ല കേട്ടോ, അമ്പരം. പിന്നെ മഹാബിലം, അബ്രം, പുഷ്കരം. വീട്ടില് പഠിക്കുന്ന PSCക്കൊക്കെ പഠിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് എളുപ്പത്തിൽ അവർക്കും പഠിക്കാൻ പറ്റും. വ്യോമം ദ്യോവവാനം ഗഗനം അന്തം വിഷ്ണുപദം വിഹായുസ് താരാപദം വിഹായുസ് അംബരം മഹാബിലം അപ്രം പുഷ്കരം. അപ്പോ സമാന പദങ്ങൾ നമുക്ക് പാട്ടിലൂടെ ഇങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം. ഇന്ന് നമ്മൾ ആകാശം പഠിച്ചു. വേണമെങ്കിൽ അവിടെ നിന്ന് ഈ താളോട്ടിലൊന്ന് ചൊല്ലി നോക്കൂ കേട്ടോ. വ്യോമം ദ്യോവവാനം ഗഗനം അന്തം വിഷ്ണുപദം വിഹായുസ് താരാപദം വിഹായുസ് അംബരം മഹാബിലം അപ്രപുഷ്കരം. അപ്പോ ഇതാണ് ആകാശത്തിന്റെ സമാന പദങ്ങൾ. നമ്മളെ പാഠത്തിലുള്ളതാണ്. ഇതില് മുഴുവനൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും കുറച്ച് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അംബരം എന്ന് പറഞ്ഞാൽ ആകാശമാണ്. വിഹായസ് എന്ന് പറഞ്ഞാൽ ആകാശമാണ്. വാനം, ഗഗനം, അല്ലെ? ദ്യോവ് എന്ന് പറഞ്ഞാൽ ആകാശമാണ്. താരാപഥം, അല്ലെ? താരാപഥം, താരകളൊക്കെയുള്ള സ്ഥലമാണ്, അല്ലെ? താര എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങള്, താരങ്ങളൊക്കെയുള്ള. അപ്പൊ താരാപഥം എന്ന് പറഞ്ഞാല് എന്താണ്? ആകാശമാണ്. അബ്രം, പുഷ്കരം എന്നൊക്കെ പറഞ്ഞാല് ആകാശമാണ്. അംബരം, മഹാബിലം എന്നൊക്കെ പറഞ്ഞാൽ ആകാശമാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിലും ഇത് കാണുന്ന സമയത്ത് നമുക്ക് ഒരു 2-3 പ്രാവശ്യം ഇതിങ്ങനെ നമ്മള് കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ഇത് മനസ്സിലവിടെ പഠിക്കും. അബ്രം ആകാശാണ്, വിണ്ണ് ആകാശാണ്, ദ്യോവ് ആകാശാണ്, ഗഗനം ആകാശാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് പഠിക്കുക. പിന്നെയുണ്ട് പദങ്ങള്. ഇത് കൂടാതെ കണ്ണീരിന് നമ്മള് അശ്രു, ബാഷ്പം, നേത്രാംബു, കണ്ണുനീർ എന്നൊക്കെ നമ്മൾ കണ്ണീരിന് പറയാറുണ്ട്. അറിഞ്ഞു വെക്കുക. കാറ്റ്, അനിലൻ, പവനൻ, മാരുതൻ, മരുത് എന്നൊക്കെയാണ് കാറ്റിന്. പിന്നെ കൈ, നമ്മുടെ കൈക്ക് എന്താണ്? പാണി, കരം, ഹസ്തം, ബാഹു, ഭുജം ട്ടോ. ഇതൊക്കെ നമുക്ക് പാട്ടിലൂടെ പഠിക്കാം. പക്ഷെ ഇന്നെല്ലാം കൂടെ ടീച്ചർ പറയുന്നില്ല. ഇന്ന് ആകാശത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇതില് കുറെ 1-2 പ്രാവശ്യം നിങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഓർമ്മ വരും. വിഷ്ണുപദം, വിഹായസ്, അംബരം, ഇതൊക്കെ ആകാശമാണ് കേട്ടോ. അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വീണ്ടും വരാം. മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈവ് ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കാണാം കേട്ടോ. ഇത്തരം ടെക്നിക്കുമായിട്ട് ടീച്ചർ വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ.